ഹലോ, രാവിലെ കോളേജിലോട്ട് പോവാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ട്രെയിനിനകത്തായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ചൂടുണ്ട്. പക്ഷേ വെള്ള ട്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്യുമ്പോഴാണ് എൻ്റെ ക്യാമ്പസ് എത്തുന്നത്. അതെന്ന് പറയുന്നത് ഏകദേശം ചെക്ക് റിപ്പബ്ലിക്കിനോട് അടുത്തിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ ക്യാമ്പസ് നിൽക്കുന്നത്. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് തുടക്കത്തിൽ കുറേ വീടുകളും കമ്പനികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിനൊക്കെ പാസ് ചെയ്യുന്നത് കാണാം. കുറേ നേരം അങ്ങനത്തെ യാത്രയായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൊത്തം കാടായിരിക്കും. കാടിന് നടുക്കൂടായിരിക്കും പിന്നെ യാത്ര. കണ്ടില്ലേ, 2 വശത്തും പൈൻ മരക്കാടുകളായിരിക്കും. അതിൻ്റെ നടുവിലൂടായിരിക്കും യാത്ര മൊത്തം. കുറേ ദൂരമുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം കാടായിരിക്കും. പിന്നെ വലിയ വലിയ മരങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് യാത്ര ചെയ്യാൻ. നല്ല രസമായിരിക്കും. ഇനി വിൻ്ററൊക്കെ ആകുമ്പോൾ മൊത്തം മഞ്ഞായിരിക്കും. കുറേ നേരം അങ്ങനെ ട്രാവൽ ചെയ്തപ്പം ഈ ഒരു ട്രീ കണ്ടു. നോക്കിയേ, നമ്മുടെ ഒരു കറക്റ്റ് ഒരു ക്രിസ്മസ് ട്രീ പോലെ തോന്നി. അങ്ങനെ എടുത്താട്ടോ ആ വീഡിയോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സമയം പോകാൻ വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറേ നേരമൊക്കെ ഇരുന്നു. അങ്ങനെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെത്താറൊക്കെ ആയി. അപ്പം അങ്ങനെ കാടും മേടും പുഴയും കുന്നും ഒക്കെ കടന്ന് കോളേജിൻ്റെ ക്യാമ്പസ് എത്താറായി. പിന്നെ കുറേ വിഷ്വൽസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നടക്കുമ്പം നമ്മൾ ഈ ക്യാമറയെ പിടിച്ചിട്ട് മൊബൈൽ പിടിച്ചിട്ട് നടക്കുമ്പം നമ്മുടെ കൈ ശരിക്കും തണുക്കും, ഫ്രീസാവും. നമുക്ക് കയ്യിലിരിക്കുന്ന സാധനം അറിയാൻ പറ്റില്ല, അങ്ങനെ അങ്ങ് ഫ്രീസാവും. അതുകൊണ്ട് പിന്നെ കൈ പുറത്തെടുക്കാതെ നടക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ കോളേജൊക്കെ എത്തി. ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങി കേട്ടോ. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി. എനിക്ക് വൈകുന്നേരം പാർട്ട് ടൈം ഉണ്ടായിരുന്നു. സോ പിന്നെ വീണ്ടും 1.5 മണിക്കൂർ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ താമസിക്കുന്നിടത്തെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ജോലിക്ക് പോയി. അതായിരുന്നു അന്നത്തെ ഒരു ദിവസം.